റെക്കോർഡിൽ നിന്നും ഒഴുകി വന്ന നിലാവേ മായുമോ എന്ന പാട്ടിൽ ആരും കാണാതെ കണ്ണു തുടച്ച ബാല്യവും യൗവനവും ഒക്കെയാണ് നമ്മുടേത്. ഇതൾമാഞ്ഞൊരു ഓർമ്മയെല്ലാം ഒരു മഞ്ഞുതുള്ളി പോലെ അറിയാതെ അലിഞ്ഞുപോയെന്ന് പാടി ആ ടേപ്പ് റെക്കോർഡർ പാട്ട് അവസാനിപ്പിക്കുമ്പോൾ ശ്വാസമറ്റ് വീഴുന്ന നീനയും പ്രതീക്ഷയോടെ മരുന്നുമായി ഓടിയെത്തുന്ന ബോബിയും കഴിഞ്ഞ 30 വർഷങ്ങളായി നാം നെഞ്ചിൽ പേറുന്ന നോവാണ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻ തന്ത്രിയിൽ, സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. ONV തൂലിക സമ്മാനിച്ച വാക്കുകൾക്കപ്പുറത്തേക്ക് മോഹൻലാൽ ശോഭന താരജോഡി എന്തായിരുന്നുവെന്ന് വിശദീകരിക്കുക ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഠിനം. അവിടെ ഒരു ശ്രീരാഗം പോലെ തന്നെ മനസ്സിലേക്ക് പ്രണയവും ഗൃഹാതുരത്വവും ഓടിയെത്തും. ഇനിയും ഈ കഥകളിൽ ഇളവേൽക്കാൻ മോഹമുദിക്കും. മീരയും ഉണ്ണികൃഷ്ണനും 3 പതിറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും പുഞ്ചിരിയോടെ നോക്കി നിൽക്കും. ചെറുവേദന തന്ന് അവരും കൺമുന്നിൽ നിന്നും മാഞ്ഞകലും. പ്രണയവും വിരഹവും സൗഹൃദങ്ങളുമായി നീണ്ടകാല മലയാള സിനിമയിൽ നിറഞ്ഞാടിയ ജോഡിയാണ് മോഹൻലാൽ ശോഭന. നാടോടിക്കാട്ടിലെ രാധയും ദാസനും, പക്ഷിയിലെ ബാലചന്ദ്രനും നന്ദിനിയും, തേന്മാവൻ കൊമ്പിലെ മാണിക്കനും കാർത്തുമ്പിയും, രംഗത്തിലെ ചന്ദ്രയും അപ്പുണ്ണിയും, മായാമയൂരത്തിലെ ഭദ്രയും ഉണ്ണിയും തുടങ്ങി നിരവധി ചിത്രങ്ങൾ. ഓൾഡ് സ്കൂൾ റൊമാൻസിന് ഇരുവരും ചേർന്ന് നൽകിയ ദൃശ്യ സൗന്ദര്യം ചെറുതല്ല. മുടിയേറ്റിനിടെ മായയെ കാണാൻ തിടുക്കത്തിൽ ചെല്ലുന്ന ഉണ്ണികൃഷ്ണനെ നോക്കി പുഞ്ചിരി ചേച്ചി പറഞ്ഞ പോലെ എന്തായാലും രണ്ടുപേർക്കും നല്ല ചേർച്ചയാണ്. ഭ്രാന്ത് പഠിപ്പിക്കുന്ന പോലെയുള്ള ഇഷ്ടം മീരയോട് പ്രകടിപ്പിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ വർഷങ്ങൾക്ക് ശേഷം അവരെ വീണ്ടും കാണുന്നിടത്ത് കൂട്ടിച്ചേർക്കാൻ പഴുതു നൽകാതെ കാലം അവര് പിരിച്ചു വെച്ച നീറ്റലിൽ പ്രേക്ഷകരും ഉരുകിത്തീരും. അമ്മയുടെ മരണത്തിൽ ആകെ തളർന്നിരിക്കുന്ന രാംദാസിനെ നിർബന്ധിച്ച് ഊണ് കഴിപ്പിക്കുന്ന രാധ അയാൾക്ക് വേദനകൾ ഇറക്കി വെക്കാൻ ഒരു അത്താണിയാകും. തനിച്ചാണെന്ന് കരുതുന്ന എന്തിനാ, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് അയാളെ ചേർത്ത് നിർത്തുക കൂടിയാണ് അവർ. കുഞ്ഞാറ്റുകിളികളിലെ ഉഷയും വെള്ളാനകളുടെ നാട്ടിലെ രാധയും മോഹൻലാൽ എന്ന നായകന്റെ സ്റ്റാർഡത്തിനൊപ്പത്തിനൊപ്പം നിന്ന നായികമാരായിരുന്നു. നോട്ടങ്ങളിലും നിശബ്ദതയിലും ലജ്ജ കലർന്ന പുഞ്ചിരിയിലുമാണ് അവർ പ്രണയം അവതരിപ്പിച്ചത്. ആ കോമ്പിനേഷനിൽ സ്ക്രീനിൽ തെളിഞ്ഞ പ്രണയത്തിന് നാടകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. സിനിമാറ്റിക് സ്ലോ മോഷനുകളും വേണ്ടി വന്നില്ല. തേന്മാവൻ കൊമ്പത്ത് തന്നെ നോക്കൂ, വളഞ്ഞു പോകുന്ന ഒരു മൺപാതയിൽ പതിയെ കടന്നു പോകുന്ന ഒരു കാളവണ്ടി. ഭാഷ പോലും അറിയാതെ ഏതോ നാട്ടിൽ ഒറ്റപ്പെടുന്ന, പിന്നെ പതുക്കെ പരസ്പരം കണ്ടെത്തുന്ന രണ്ടുപേർ. കറുത്തപെണ്ണ എന്ന പാട്ടിനൊപ്പം പ്രിയദർശൻ മ്യൂറൽ പെയിന്റിംഗ് പോലെ വരച്ചു ചേർക്കുകയായിരുന്നു മാണിക്കന്റെയും കാർത്തുമ്പയുടെയും പ്രണയം. നിറങ്ങളുള്ള ക്യാൻവാസിലേക്ക് ഓടിയെത്തുന്ന താരശോഭയില്ലാത്ത നായകൻ. മണിച്ചിത്രത്താഴിൽ മോഹൻലാലിന് ജോഡിയായല്ല ശോഭന എത്തിയതെങ്കിൽ പോലും ചിത്രം അവരുടേതാണ്. ശോഭനയുടെ പവർ ഹൗസ് പ്രകടനത്തിനൊപ്പം മോഹൻലാലിന്റെ ശാന്തമായ മിഴിവും കാലത്തെ അതിജീവിച്ചു. അതിൽ അവർ ഒന്നിച്ചൊരുക്കുന്ന മാന്ത്രികതയുണ്ട്. യാഥാർത്ഥ്യത്തിന്റെ വക്കിൽ നിന്നും വഴുതി വീണുപോയേക്കാവുന്ന ഗംഗയുടെ സബ് കോൺഷ്യസിനൊപ്പം സണ്ണി നടത്തുന്ന യാത്ര. അങ്ങനെ തുടങ്ങി വർഷങ്ങൾ കൊണ്ട് മനസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ. എന്റേത് മാത്രം, വെള്ളാനകളുടെ നാട്, അഭയം തേടി, അഴിയാത്ത ബന്ധങ്ങൾ എന്ന് തുടങ്ങി ചിത്രങ്ങളുടെ ലിസ്റ്റ് നീണ്ടുപോകും. മോഹൻലാലിന്റെ ഏറ്റവും സ്റ്റൈലിഷ് ചിത്രമായി 2009 സാഗർ എലിയസ് ജാക്കിയിലാണ് ഇരുവരും ഒടുവിൽ ഒന്നിച്ചത്. ജോഡികളായി എത്തിയത് 2004 പുറത്തിറങ്ങിയ മാമ്പഴക്കാലത്തിൽ. തങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന 56ാമത്തെ ചിത്രമാണ് തുടരുമെന്നാണ് ശോഭന തന്നെ പറയുന്നത്. നീണ്ട 20 വർഷത്തെ ഇടവേള. പക്ഷേ ചുറ്റുമുള്ള ഓരോ മനുഷ്യരിലും ഓരോ പ്രണയത്തിലും പ്രേക്ഷകർ അവരെ തന്നെ കണ്ടു. ബേസിലിന്റെ ഗോതയിൽ പറഞ്ഞ പോലെ ശോഭന ചേച്ചി ലാലേട്ടന്റേതാണെന്ന് തലമുറകളായി വിശ്വസിച്ചു പോന്നു. സ്ക്രീനിലെ അവരുടെ കെമിസ്ട്രിയെ കവച്ചു വെക്കും വിധം അതിനു മുൻപോ ശേഷമോ മറ്റൊരു കൂട്ടുകെട്ട് വന്നിട്ടില്ലെന്നത് തന്നെ കാര്യം. അവരുടെ കളിച്ചിരികളിൽ, വിരഹത്തിൽ, വേദനയിൽ ബാല്യം സൂക്ഷിക്കുന്ന മലയാളികൾക്ക് തുടരുന്ന ആ കൂട്ടുകെട്ട് സന്തോഷത്തിനപ്പുറം ഒരു ഹീലിംഗ് കൂടെയാണ്. ആ ഹീലിംഗ് വീണ്ടും തുടരുന്നതിനായി കാത്തിരിക്കാം.